ശ്രീ കെ എൻ ബാലഗോപാൽ. സർ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതകളിലൊന്നാണ് നാഷണൽ ഹൈവേ. അല്ലെങ്കിൽ നാഷണൽ ഹൈവേക്ക് തുല്യമോ അതിൽ പ്രാധാന്യമുള്ളതാണ് MC റോഡ്. MC റോഡിൻ്റെ വികസനം KSTP വർക്ക് പണ്ട് ചെയ്തതിന് ശേഷം ആ റോഡിൽ വീതി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ MC റോഡ് വിവിധ ജംഗ്ഷനുകളിൽ ബൈപ്പാസുകൾ ഉൾപ്പെടെ 4500-ലധികം കോടി രൂപയുടെ പദ്ധതി കിഫ്ബിയിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിപ്പോൾ വീണ്ടും വരുമോ എന്നുള്ളത് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ തുടർന്ന് പരിശോധിക്കുമ്പോൾ വരും. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തനം നടത്തുന്നതിൻ്റെ തുടക്കത്തിൽ കൊട്ടാരക്കര ബൈപ്പാസിന് പണം അനുവദിച്ചിരുന്നു. കൊട്ടാരക്കര ഉൾപ്പെടെ കുറേ ജംഗ്ഷനുകൾക്ക് നേരത്തെ തന്നെ പണം അനുവദിച്ചിരുന്നതാണ്, ഈ പറഞ്ഞ ബഡ്ജറ്റിൽ കൂടാതെ. അപ്പോൾ കൊട്ടാരക്കര ബൈപ്പാസ് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് സർ. കാരണം അത് കൊല്ലം ചെങ്കോട്ട പോകുന്ന നാഷണൽ ഹൈവേയും MC റോഡും സന്ധിക്കുന്ന ജംഗ്ഷനാണ്. 2 മണിക്കൂർ വരെ ട്രാഫിക് തടസ്സം ഉണ്ടാകുന്ന ഒരു കേന്ദ്രമായിട്ട് MC റോഡിലെ യാത്രയിൽ ആ കൊട്ടാരക്കര വരുന്നുണ്ട്. തൊട്ടപ്പുറത്തുള്ള കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ബൈപ്പാസുകൾ വരാൻ പറ്റിയിട്ടുണ്ട്. അടൂർ ബൈപ്പാസ് വന്നു, തിരുവല്ലയും അതുപോലെ ചങ്ങനാശ്ശേരിയും ഒക്കെ ബൈപ്പാസ് വന്നിട്ടുണ്ട്. സർ, ഈ ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിയന്തര കാര്യങ്ങൾ എല്ലാം നടത്തിയിട്ടുണ്ട്. 3 വർഷത്തോളം വേണം സാധാരണ ലാൻഡ് അക്വിസിഷനും മറ്റുള്ള നടപടിക്രമങ്ങൾ എന്ന് അങ്ങേക്കറിയാം. ആ ലാൻഡ് അക്വിസിഷൻ്റെ നടപടിക്രമം നടന്നു. അതിനകത്ത് മൈലം വില്ലേജും കൊട്ടാരക്കര വില്ലേജും ഈ കൊട്ടാരക്കര ബൈപ്പാസിന് സ്ഥലമെടുക്കേണ്ടതാണ്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള എല്ലാ സർവേയും നടന്നു. മൈലം വില്ലേജിലേക്കുള്ള 22 കോടി രൂപ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് പോയി. പക്ഷേ അതിൻ്റെ ബാക്കി പ്രഖ്യാപനങ്ങളും നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാൻ ഇലക്ഷൻ ആയതുകൊണ്ട് കഴിഞ്ഞില്ല, സ്വാഭാവികമായിട്ടും. സാർ, ആ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. ആ ബൈപ്പാസിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം സഭയുടെ ശ്രദ്ധയിലും അംഗങ്ങളുടെ ശ്രദ്ധയിലും പെടേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്തിലുണ്ടാകുന്ന ചില നഷ്ടങ്ങളാണ്. 2022 AS കിട്ടിയ പദ്ധതിയാണ് ഇത്. 1500 കോടി രൂപയുടെ പദ്ധതിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 2022 1500 കോടി രൂപയുടെ ഒരു പദ്ധതി കിട്ടുവാണ്. അത് ആദ്യഘട്ടമായിട്ട് ഇതുവരെ നമ്മളതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായിട്ടില്ല. 2026 4 വർഷമായി. ഈ 2022 കൊടുത്തിരുന്ന AS ഈ പണി പൂർത്തിയാക്കുമ്പോൾ ഇതിൻ്റെ 2ാം ഘട്ടം, അതായത് ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് 2ാം ഘട്ടമാകുമ്പോൾ ആ തുക മതിയാവും. ആ തുകയുടെ എത്രയോ ശതമാനമാണ് വർദ്ധിക്കാൻ പോകുന്നത്. ആ 1500 കോടി രൂപ AS കൊടുത്തതിൻ്റെ എത്രയോ ശതമാനം 4 കൊല്ലം അല്ലെങ്കിൽ ഈ കൊല്ലം പൂർത്തിയാവുമെന്നും തോന്നുന്നില്ല എനിക്ക്. അന്തിമ ഘട്ടത്തിൽ എത്തിയിട്ടേ ഉള്ളൂ ഭൂമി ഏറ്റെടുക്കൽ നടപടി. 5 കൊല്ലം കഴിയുമ്പോൾ, ഞാനിത് അങ്ങയുടെ ഇതിന് പറഞ്ഞതല്ല, ജനറലായിട്ട് ഒരു വിഷയം പറഞ്ഞതാണ്. അല്ല, ഇത് ആരുടെയും കുഴപ്പമായിട്ടല്ല ഞാൻ പറഞ്ഞത്. 5 കൊല്ലം ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക്. അതുകൊണ്ട് സ്റ്റേറ്റ് എക്സ്ചക്കറിലുണ്ടാകുന്ന നഷ്ടം എത്രയാണ്? 1500 കോടി രൂപയുടെ പദ്ധതി അന്ന് തീരുമാനിച്ച പദ്ധതി ഇനി അതിൻ്റെ ഒരു റിവൈസ്ഡ് AS കൊടുക്കേണ്ടി വരും ഉറപ്പായിട്ടും. ആ 1500 കോടി രൂപയ്ക്ക് നടക്കില്ല. റിവൈസ്ഡ് AS കൊടുക്കുമ്പോൾ എത്ര കോടി രൂപയായി അത് വർദ്ധിക്കും. അപ്പം നമ്മൾ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടി, അതുകൊണ്ടാണ് ബജറ്റിൽ വളരെ ഗൗരവത്തോടു കൂടി ലാൻഡ് അക്വിസിഷനെ സംബന്ധിച്ച നടപടിക്രമങ്ങളുടെ ലഘൂകരണവും അതിനാവശ്യമായ സർവേയർമാരുടെ വിന്യാസം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ പണം മുഴുവൻ ഇങ്ങനെ പോകും. അത് അങ്ങയുടെ കാര്യത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അന്തിമ ഘട്ടത്തിലേക്ക് നടക്കുകയാണ്. പദ്ധതിയുടെ 2ാം ഘട്ടമായി സിവിൽ പ്രവർത്തികൾക്കുള്ള DPR കിഫ്ബിക്ക് സമർപ്പിച്ചിരുന്നു. DPR അവലോകനം നടത്തി സിവിൽ പ്രവർത്തികൾക്കുള്ള എസ്റ്റിമേറ്റ് കൂടി ഉൾപ്പെടുത്തി. ആ പൈസയല്ല, പുതിയ റിവൈസർ എസ്റ്റിമേറ്റ് വേണ്ടി വരും. പദ്ധതിയുടെ ധനാനുമതി 254.81 കോടി രൂപയായി പരിഷ്കരിച്ച് നൽകിയിരുന്നു. ബൈപ്പാസ് നിർമ്മാണത്തിൻ്റെ തുടർ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കും.